നിങ്ങളിപ്പോൾ കണ്ടത് എന്തിനാണെന്ന് മനസ്സിലായ? നോർത്ത് ഇന്ത്യയിലെ കുറേ വാണങ്ങൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ ഹോളി സെലിബ്രേഷൻ എന്നല്ല പറയാനുള്ളത്, അബ്സല്യൂട്ട് ഹറാസിങ് ആൻഡ് സെക്ഷലി അബ്യൂസിങ് ഹ്യൂമൻ ഇൻ ദ നെയിം ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ്. ദൈവത്തിൻ്റെയും ഫെസ്റ്റിവലിൻ്റെയും പേരും പറഞ്ഞ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അവർ പന്നികളെ പോലെ കൂട്ടത്തോടെയാണ് വരുന്നത്. ചോദ്യം ചെയ്യാൻ ചെന്നാൽ അവരിതിൽ വർഗീയതയും ദൈവത്തിനെയും കൊണ്ടിടും, കലാപങ്ങളുണ്ടാക്കും, എല്ലാവരും കൂടി കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യും നമ്മളെ. ഇവരാണ് മുസ്ലിംസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു കത്തരമേഹ എന്നൊക്കെ പറയുന്നത്. നീയൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അപകടങ്ങൾ. ഫസ്റ്റ് സ്വന്തം നാട്ടിലെ ഹിന്ദു സ്ത്രീകളെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പഠിക്കും, എന്നിട്ട് മുസ്ലിംസിനെ പറ്റി പറയാം. ഇത് ജപ്പാനിൽ നിന്ന് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ്. ഇത് കളർ തേച്ച് കൊടുക്കുന്നതാണോ അതോ കൊല്ലാൻ നോക്കുന്നതാണോ? സ്വന്തം നാട്ടിലെ അമ്മമാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ കഴിവില്ലാത്തവന്മാരാണ് ഗോമാതാവിനെ പറ്റിയും ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവസാനം സഹി കെട്ടിട്ട് ആ കുട്ടി അവൻ്റെ കവാലത്തിലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്തിനാണല്ലേ ഹോളി ആഘോഷം? ഇനി ആ ഇന്ത്യയിലോട്ട് വരില്ല. ആ പെങ്കൊച്ച് അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇവനെയൊക്കെ അന്ധഭക്തെന്ന് വിളിക്കണോ, പെവേർഡ്സ് എന്ന് വിളിക്കണോ, എന്താ വിളിക്കാനുള്ളതിനൊക്കെ? ഇത് മുസ്ലിംസാണ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെയൊക്കെ പ്രതികരണം എന്തിനായിരുന്നേനെ? ഇതൊക്കെ ചെയ്യാതെ തന്നെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇറക്കി വിടുന്നുണ്ട്. ഇതാ ഇവിടെ ആ പെൺകുട്ടി കളറിടുമ്പം തടയുന്നുണ്ട്, എന്നിട്ട് അവൻ തിരിച്ച് പറയുന്നത് കണ്ടോ? പിന്നെ ഈ ഹോളി കളേഴ്സ് ഉണ്ടാക്കുന്നത് നാച്ചുറൽ സബ്സ്റ്റൻസ് കൊണ്ടൊന്നുമല്ല, ലെഡ്, ക്രോമിയം, മെർക്കുറി പോലത്തെ ടോക്സിക് സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരുപാട് അടിച്ച് ശ്വസിക്കുകയൊക്കെ ചെയ്താൽ ആസ്മ, അലർജിയൊക്കെ ഉള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട. ഇതൊക്കെ ഈ പൊട്ടന്മാരടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതാ ഇവിടെ ഒരുത്തം പറഞ്ഞ കേട്ടോ, ഇവിടെ ഒരുത്തം പച്ചയ്ക്ക് അവൻ്റെ ഹോളി ആഘോഷം എന്തിനാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു വനിത പറയുകയാണ് ഇവിടെ ഹോളി ആഘോഷമല്ല, മോളസ്റ്റേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന്. ദുഷ്ടശക്തികൾക്കെതിരെയുള്ള വിജയത്തിന്റെ ആഘോഷമാണ് ഹോളി. മീൻസ് വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൽ. ഇവിടെ ഇത് ആഘോഷിക്കുന്നവർ തന്നെയാണ് ദുഷ്ടശക്തികൾ. ഇതവിടെ സ്ഥിരം നടക്കുന്ന സംഭവമാണ്. മതത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഫെസ്റ്റിവലിന്റെ പേരും പറഞ്ഞ് കലാപവും പീഡനവും. ഈ ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ വന്നതുകൊണ്ട് ഇപ്പം ഇതിനൊക്കെ തെളിവുണ്ട്. പണ്ട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ലായിരുന്നു. ഈ സംസ്കാരം ലോകം കാണുന്നുണ്ട്. ഒരു ഫോറിനർ അവർ അനുഭവിച്ച ഹറാസ്മെന്റിനെ പറ്റി പറയുന്നത് കണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ചിലപ്പം ഒരു തെറ്റും ചെയ്യാത്ത ഇന്ത്യക്കാരായിരിക്കും വിദേശത്ത് പോയി ചീത്തവിളി കേൾക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ലോകം കാണുന്നുണ്ട്. ആ ഫോറിനർ, അയർലൻഡിലെ ഫോറിനർ ചോദിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യക്കാർ. ഈ ഹറാസ്മെന്റിനെതിരെ പ്രതികരിക്കുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥ നോക്കിയോ? അവിടുത്തെ സർക്കാരുകളാണ് ഇതൊക്കെ നിയന്ത്രിക്കാനുള്ളത്. ഇത് നിയന്ത്രിക്കാത്തടത്തോളം കാലം ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളതാണ്. അവിടെ ഹോളി, ക്ഷേത്രങ്ങളിലെ ചില ഉത്സവങ്ങൾ ഇതൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വുമൺ സേഫ്റ്റിയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രണ്ട് പെൺകുട്ടികളെ നോക്കുക, ആ പയ്യൻ്റെ പിറകിൽ വന്ന് ഒളിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവർ അത്രയ്ക്ക് അബ്യൂസ് ആവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ഫെസ്റ്റിവൽ എന്നാണ് അത് കാണിക്കുന്നത്. പണ്ട് ഡയറക്ടർ ഫറാഹ് ഖാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹോളി ആഘോഷിക്കാൻ പറഞ്ഞവന്മാർ ചപ്രി ലോഗോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കുറേ എടുത്തുവെച്ച് കുറേ എണ്ണന്മാർ എടുത്ത് കമൻറ്റ് വന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ഒരു കുറവുമില്ല. കാരണം ഹിന്ദു ഫെസ്റ്റിവലല്ലേ, അവന്മാർ കാണിക്കുന്ന ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഹിന്ദു ഫെസ്റ്റിവലിനെ അവമാനിക്കാൻ പാടില്ല. യവന്മാർ സ്ത്രീകളെ അവമാനിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹോളി സെലിബ്രേറ്റ് ചെയ്യാനെന്നും പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. എന്തും സംഭവിക്കാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എന്തിന് വണ്ടി പോകുമ്പം പോലും അവിടുത്തെ പൊട്ടന്മാർ നമ്മുടെ കണ്ണിലോട്ട് കളർ വാരി എറിയാൻ സാധ്യതയുണ്ട്. അവിടെ കുറേ സ്ഥലങ്ങളിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ക്രൈം ചെയ്യാനുള്ള മറയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലത്തെ ഗ്രൗണ്ട് റിയാലിറ്റി വീഡിയോസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.